ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൻ എന്റെ കാശെടുത്തവൻ. ഈ പിശാച് പിടിച്ച തള്ളയെ കൊണ്ട് തോറ്റു. വണ്ടി എടുക്കടാ, വിട്ടോ. നീയും അവനെ കണ്ടതാ, നിനക്കറിയാം ആ വീട്ടിൽ നിന്നും അവൻ എങ്ങോട്ടാ പോയതെന്ന്. എനിക്കറിയില്ല. നസീറിക്ക എന്നോട് പറഞ്ഞിട്ടല്ലോ എല്ലായിടത്തും പോകുന്നത്. ഇക്ക എന്റെ കൂട്ടുകാരോട് പോയി ചോദിക്കേ, അവർക്കറിയാൻ പറ്റും എങ്ങോട്ടാ പോയെന്ന്. ചോദിക്കുവടി, അവന്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ കണ്ടുപിടിക്കും അവൻ എവിടേക്കാണ് പോയതെന്ന്. ഇനി അവൻ മിസ്സായതിന്റെ പേരിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നിന്റെ കാര്യം പിന്നെ പോക്ക. ബാപ്പച്ചി, ഞാൻ എന്താ ബാപ്പച്ചി ചെയ്യേണ്ടത്? എന്തൊരു വിധിയെ പടച്ചോനെ ഇത്. നീ ഇറങ്ങുന്നില്ലേ? ഞാനിവിടെ ഇരുന്നോളാം. പൊന്നി, ആ ബെല്ലൊന്നടിച്ചേ. ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ എങ്ങനെയാ ബാപ്പച്ചി ഇവിടെ ജീവിക്കുന്നത്? മടുത്തു. ഈ ജീവിതം തന്നെ എനിക്ക് മടുത്തു. എന്താ? ആരെ കാണാനാ? ഞങ്ങൾക്ക് നൂർജഹാനെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? ഒരു ഓർഡറിന്റെ കാര്യം തിരക്കാനാ. നൂറേ, ബാപ്പച്ചി, ഇതിന് പരിഹാരം ഉണ്ടാക്കണം, എത്രയും പെട്ടെന്ന്. നൂറേ, എന്താ? ഒന്നിങ്ങ് വന്നേ. ഞാൻ ഇപ്പൊ വരാം ബാപ്പച്ചി. ഇപ്പൊ വരും. സത്യാമ്മയോ? നൂറേ, നമ്മുടെ ആ ചന്ദ്രന്റെ ബേക്കറിയിലെ ഓർഡർ ഇല്ലേ, അവിടെ നമ്മൾ കഴിഞ്ഞ തവണ എന്തൊക്കെയാ കൊടുത്തതെന്ന് അറിയാമോ? പുള്ളി ബില്ലൊന്നും സെറ്റിൽ ചെയ്തില്ല. എല്ലാം നൂറിനറിയാം. നൂറിന്റെ കൊടുത്തോളാന്നൊക്കെയാ പറയുന്നേ. അത് ഞാൻ പറഞ്ഞുതരാം. സത്യമ്മ വാ, അകത്തോട്ടിരിക്കാം. വിഷ്ണുട്ടാ വാ. വാ സത്യാമ്മേ. വേണ്ട മോളെ, പോയിട്ട് അല്പം തിരക്കുണ്ടേ. നസീറിക്കാന്റെ സുഹൃത്തുക്കളാ. അവൻ എന്റെ കാശെടുത്തവൻ. ഈ പിശാച് പിടിച്ച തള്ളയെ കൊണ്ട് തോറ്റു. വണ്ടി എടുക്കടാ, വിട്ടോ. അവിടെ മോനെ വിഷ്ണു, ആ പോയവനെ നമ്മുടെ കാശ് എടുത്തോണ്ട് പോയത്.
അവൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. അവനെ വിടരുത് മോനെ, ചെല്ല. വിഷ്ണു, സത്യമേ, ഉറപ്പാണോ? ഓ, എനിക്ക് ഉറപ്പാടി, എനിക്ക് ഉറപ്പാ. മോനെ, ദേ വിഷ്ണു, ദേ അവനെ വിടരുത്, അവനെ വിടരുതടാ, പെട്ടെന്നോട്ടെ. ആ അച്ഛനെ. എടാ കമല, നമ്മുടെ 10 ലക്ഷം ഊറ്റിയത് ആ ഫ്രാങ്കോയാ, ബണ്ട് കോളനിയിലെ ഫ്രാങ്കോ. ഞാനിത് എത്തി അച്ഛനെ. ആ മോളെ ജയശ്രീ, നീ കാണിച്ച മണ്ടത്തരത്തിന് നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നിനക്കറിയോ? 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാ. അതാ ശിക്ഷ. അല്ലാതെ മറ്റാളുടെ കുഴപ്പം കൊണ്ടോ അയാള് കാരണമാണ് കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ അത് പ്രേരണ കുറ്റമാവും. അങ്ങനെ ആരെങ്കിലും കാരണമാണോ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്? പറമോളെ. ഒരിക്കൽ കുട്ടിയുടെ വിവാഹം മുടക്കിയത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാ. അതേ കളക്ടറുടെ ഭർത്താവാണ് ഇപ്പോ ജയശ്രീയുടെ ഇപ്പോഴത്തെ കല്യാണം മുടങ്ങാനും കാരണം. എനിക്ക് മനസ്സിലാവാത്തതേ, ഇവരെന്തിനാ കുട്ടി ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് ദ്രോഹിക്കുന്നേ? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവൾ എന്തു മറുപടി തരാനാണ്? അല്ലാതെ തന്നെ അവൾ ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ്. മാഷെ, ഞാൻ നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ വിഷ്ണുവിന്റെ തലയിലേക്ക് എല്ലാം കൊണ്ടുവന്നിട്ട അവനകത്ത് കിടന്നോളും ഒരു 10 വർഷത്തേക്ക്. അതിനുള്ള വകുപ്പൊക്കെ ഞാൻ എഴുതി ഉണ്ടാക്കിക്കോളാം. ഞാൻ എഴുതി തയ്യാറാക്കുന്നതിൽ നിങ്ങൾ അച്ഛനും മോളൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി, കേട്ടല്ലോ? മോളെ, ഞാൻ ഈ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നതേ അത് മോള് പുല്ല് ഇവക്ക് കെട്ടിയെടുക്കാൻ കണ്ടൊരു സമയം എങ്ങനെങ്കിലും പറഞ്ഞൊപ്പിച്ച് വരുമായിരുന്നു.